Hi students, welcome back. Today we are going to discuss some questions from relations and functions. Exercise 1.2, second question. Check the injectivity and surjectivity. Function f such that n gives n given by f of x is equal to x square. ഇത് നമുക്ക് ഇൻജക്റ്റിവിറ്റിയും സർജക്റ്റിവിറ്റിയുമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻജക്റ്റിവിറ്റി ആണോ അല്ലെങ്കിൽ സർജക്റ്റിവിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് 1 സർജക്റ്റിവിറ്റി മീൻസ് ദാറ്റ് ഈസ് ഓൺ ടു. നമുക്കറിയാം ചെക്ക് ചെയ്യാൻ, അല്ല നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഫങ്ഷൻ എഫ് സച്ച് ദാറ്റ് എൻ ഗീവ്സ് എൻ. അപ്പം നമ്മുടെ നാച്ചുറൽ നമ്പറിലാണ്, നമ്മുടെ ഡൊമൈനും കോഡൊമൈൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഈഫ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ആണെങ്കിൽ ദറ്റ് ഈസ് 1 ദാറ്റ് മീൻസ് ദറ്റ് ഈസ് ഇൻജക്റ്റീവ് ഇൻ ഫങ്ഷൻ. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് വൺ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെർഫോർ എഫ് ഓഫ് എക്സ് വൺ മീൻസ് ദാറ്റ് ഈസ് എക്സ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ദാറ്റ് ഈസ് എക്സ് ടു സ്ക്വയർ. x1 and x2 belongs to n. ഓർത്തിരുന്നോണം, x1 and x2 belongs to n ആണ്. n means that is natural numbers. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഇട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. Then x1 plus x2, a square minus b square means a plus b into a minus b. x1 minus x2 is equal to 0. That means x1 plus x2 is equal to 0. Then x1 is equal to minus x2. Then second one, or x1 minus x2 is equal to 0, therefore x1 is equal to x2. ഇപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടിയത്. ഒന്നിൽ x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 ആകാം, x1 ഈസ് ഈക്വൽ ടു x2 ആകാം. പക്ഷെ നമ്മുടെ കണ്ടീഷനിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് വാലിഡ് അല്ല, ഇറ്റ് ഈസ് നോട്ട് വാലിഡ്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇത് ട്രൂ അല്ല, ഇറ്റ് ഈസ് നോട്ട് ട്രൂ. സോ x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x2 ആ കാരണം x1 ആൻഡ് x2 ബിലോങ്സ് ടു n ആണ്. ഇവിടെ x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു n. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫങ്ഷൻ ഈസ് 1 therefore it is 1 it is 1 means that is function is injective. ഓക്കെ, അപ്പോൾ ഇൻജക്റ്റീവ് ഫങ്ഷൻ ഇൻജക്റ്റീവ് ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് എഫ് ഓഫ് എക്സ് വൺ ദെൻ യു ഷുഡ് ഫൈൻഡ് എഫ് ഓഫ് എക്സ് ടു ആൻഡ് ദെൻ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ദെൻ യു ഷുഡ് ചെക്ക് വെദർ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു. If x1 is equal to x2, then you can say that it is 1. That means it is injective in function. Understood? Okay, then okay, ഇത് ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പം നമ്മുടെ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ദെൻ x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. ദെൻ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 0. സോ x1 ഈസ് ഈക്വൽ ടു മൈനസ് x2. ദെൻ x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. സോ x1 ഈസ് ഈക്വൽ ടു x2. പക്ഷെ നമ്മുടെ ഫങ്ഷൻ n to n ആണ്, only belongs to natural number. സോ ഇത് നെഗറ്റീവ് അവിടെ പോസിബിൾ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, സോ ഓൺലി x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് ഈസ് 1. സോ ദറ്റ് ഈസ് ഇൻജക്റ്റീവ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തിട്ട് എക്സാമ്പിൾ ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്ത് നോക്കാം. x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ x1 is equal to 1, then x2 is also is equal to 1. 1 belongs to n. Here also 1 belongs to n.
then x1 square is equal to x2 square. That means 1 square is equal to 1. Therefore, it is 1 1. Example ഇട്ട് നോക്കിയിട്ട് ചെയ്യുക. Therefore, it is injective. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. എങ്ങനെ വേണേലും അത് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഫംഗ്ഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എക്സാമ്പിൾ ഇട്ട് കൊടുത്താലും ട്രൂ ആയിരിക്കണം. അതേസമയം ഫോൾസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ഒരൊറ്റ എക്സാമ്പിളിൽ അത് ഫോൾസ് ആണെങ്കിൽ കംപ്ലീറ്റ് അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n2n ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പറിനകത്ത് നമുക്ക് x1 1 x2 1. അപ്പോൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൾ ടു എഫ് ഓഫ് x2 ഈക്വൽ ആണെങ്കിൽ x1 സ്ക്വയർ ഈസ് ഈക്വൾ ടു x2 സ്ക്വയർ ആകണമെങ്കിൽ നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഫംഗ്ഷനെ പറ്റുള്ളൂ. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. അപ്പോൾ x1 ഈസ് ഈക്വൾ ടു 2 ആണെങ്കിൽ x2 ഓൾസോ ഈസ് ഈക്വൾ ടു 2 ആയിരിക്കും. സോ ദറ്റ് ഈസ് ഇൻജെക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ വി ക്യാൻ ചെക്ക് ദ സർജക്റ്റിവിറ്റി. And f such that n2n f of x is equal to x square. ഇത് സർജക്റ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. Let f of x is equal to y. അപ്പോൾ നമുക്ക് f of x is equal to x square and f of x is equal to y. Then we can write here y is equal to x square. Then x square is equal to y. Therefore, x is equal to plus or minus root y. Okay, plus or minus root y. But here, this function is from n to n. So, therefore, only positive numbers will come. So, x is equal to root of y. അപ്പോൾ നമുക്ക് വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എക്സ് എന്ന് പറയുന്നത് റൂട്ടായിരിക്കും, അതിൻ്റെ റൂട്ടായിരിക്കും. പക്ഷേ y, suppose example y is equal to 3, that 3 belongs to n. നമ്മൾ കൊടുക്കുന്നത് എന്നിലുള്ള ഫംഗ്ഷൻ, എന്നിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം. n means that is natural numbers. Then y is equal to 3, then x is equal to root 3. Root 3 does not belongs to n. എന്നിലുള്ളതല്ല അല്ലേ? റൂട്ട് 3 എന്ന് പറയുന്നത് x ആണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു n. നമ്മുടെ എക്സിലും വൈയിലും നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ദെയർഫോർ ദിസ് y എക്സിൽ നിന്ന് വൈയിലേക്ക് ഇമേജസ് ഒന്നും ഉണ്ടാകില്ല. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് surjective. Okay, understood? F of x is equal to x square, then let f of x is equal to y, then y is equal to x square, x is equal to plus or minus root y. So x is equal to, ഇവിടെ xy belongs to n ആണ്. So x is equal to positive root y only. ഇനി നമ്മൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്. നമുക്ക് y is equal to 3 കൊടുക്കാം. 3 belongs to n ആണ്. അപ്പോൾ x is equal to root 3, that does not belongs to n. So it is not onto. That means it is not surjective. Understood? So our function is injective but not surjective. Therefore our function is injective but not surjective. Injective but not surjective. അല്ലേ? ഇൻജെക്റ്റീവ് ആണ്, പക്ഷേ എന്തല്ല, സർജക്റ്റീവ് അല്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ വി ക്യാൻ സി സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. f such that z to z given by f of x is equal to x square. Check whether it is injective and surjective. Okay, then how we can check this? നമുക്കറിയാം, നമ്മൾ ചെക്ക് ചെയ്താൽ അല്ലേ? നമ്മൾ ഫസ്റ്റ് വി ഷുഡ് റൈറ്റ് എഫ് സച്ച് ദാറ്റ് ഇസഡ് ടു ഇസഡ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡൊമൈനിലും കോ ഡൊമൈനിലും നമുക്ക് ഇസഡ് ആണുള്ളത്. ഇസഡ് മീൻസ് ഇൻഡിജേഴ്സ്. ഇറ്റ് ബിലോങ്സ് ടു നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും, ഇൻഡിജേഴ്സ് ആണ് കേട്ടോ. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ദെൻ
എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. എന്താ നമ്മൾ ചെയ്തത്? ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ മീൻസ് എക്സ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ആണോ എന്ന്. വേണമെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട്, എടുക്കുന്ന എക്സാമ്പിൾ ബിലോങ്സ് ടു ഇസഡ് ആണ്, ഇസഡുള്ള എക്സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതിന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, ഈസ് ഈക്വൽ ടു 0 ആയി. ദെൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മീൻസ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു that is equal to 0. That means x1 plus x2 is equal to 0. Then x1 is equal to minus x2. Okay, first one. Then second one, x1 minus x2 is equal to 0. Then x1 is equal to x2. ഇപ്പം നമുക്ക് രണ്ട് കണ്ടീഷൻ ഇവിടെ വന്നു. x1 is equal to minus x2 വന്നു, x1 is equal to x2 വന്നു. അപ്പോൾ നോക്കിക്കേ, നമുക്ക് മൈനസും പോസിബിളാ, അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സും പോസിബിളാണ്. കാരണം നമ്മുടെ ഫംഗ്ഷൻ ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ് ആണ്. സോ എക്സ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ടു, ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എക്സ് വണ്ണിന് ഒരു യുണീക്ക് ഇമേജ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. ഓക്കെ, അപ്പോൾ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു, എക്സ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ടു, ബോത്ത് ആർ ബിലോങ്സ് ടു in the z. x1 is equal to x2 and x1 also is equal to minus x2. So therefore x has no unique image. Therefore x has no unique image. No unique image in y. Therefore it is not injective. That means not 1 1. It is not 1 1. That means it is not injective. Okay, വേണമെങ്കിൽ എക്സാമ്പിൾ ഇട്ട് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് x1 is equal to, നമുക്ക് എക്സാമ്പിൾ ഇട്ട് നോക്കാം. x1 is equal to x1 is equal to 1 and x2 is equal to minus 1. Then f of x1 is equal to f of 1 is equal to 1 square, that is 1. Then f of x2 that is equal to f of minus 1, that is also is equal to 1. So f of 1 is equal to f of minus 1 is equal to 1. Therefore it is not 1 1. It is not 1 1. It is not 1 1 means it is not injective. അതുകൊണ്ടത് ഇൻജെക്റ്റീവ് അല്ല. Okay, it is not 1 1 means it is not injective. Understood? Simple അല്ലേ? Okay, then subjectivity. Then how we can check it is subjective in nature? F of x is equal to x square. Let പറഞ്ഞോളൂ, f of x is equal to y. Therefore x square is equal to y. Then x is equal to plus or minus root y. അപ്പോൾ ഇവിടെ z ആണ്, x y belongs to z ആണ്. x and y belongs to z. അപ്പോൾ നമുക്ക് x is equal to plus or minus root y, plus y root yയും വരാം, minus root yയും വരാം. പക്ഷേ റൂട്ട്, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ y is equal to minus 2, that belongs to z. Then x is equal to root plus or minus root of minus 2, that does not belongs to z. കണ്ടോ, x is equal to plus or minus root minus 2 ആവുന്ന റിസൾട്ടിലുള്ള നമ്പർ അല്ല. So we can say that f of x is equal to x square is not surjective. അത് സർജക്റ്റീവ് അല്ല, കാരണം root of minus 2 x-ലില്ല. So we can say that it is not onto. It is not onto means it is not
it is not surjective. Therefore, our function is neither surjective nor injective, neither injective nor surjective. Therefore, our function is neither injective nor surjective. Okay, neither injective nor surjective. Okay, then we can see next problem. Okay, then third question, check the injectivity and surjectivity f such that R2 are given by f of x is equal to x square. സെയിം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. ഇവിടെ റിയൽ നമ്പേഴ്സ് ആണെന്ന് ഓർത്തോണം. എഫ് സച്ച് ദാറ്റ് R2 ആർ ഫങ്ഷൻ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി പറഞ്ഞോളൂ, പറയേ ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, that means x1 square is equal to x2 square, then x1 square minus x2 square is equal to 0, then x1 plus x2 into x1 minus x2, that is equal to 0. That means x1 plus x2 is equal to 0. So x1 is equal to minus x2. Then next case, x1 minus x2 is equal to 0. Therefore x1 is equal to x2. അപ്പോൾ നമുക്ക് x1 is equal to minus x2 കിട്ടി, x1 is equal to x2 കിട്ടി. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് അല്ലേ, റിയൽ നമ്പറിൽ പെട്ടതാണ്. x1ഉം എക്സും വൈയും നമ്മുടെ റിയൽ നമ്പേഴ്സിൽ പെട്ടതാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ്, ഇതും ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അപ്പോൾ എക്സിന് നോ യുണീക്ക് ഇമേജ് ഇൻ വൈ, therefore it is not 1 1. Okay, therefore x does not have unique image in y. Therefore it is not function f is not 1 1. Not 1 1 means it is not injective. Okay, it is not injective. ഓക്കെ, ഇനി നമുക്ക് വേണേൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മുമ്പത്തെ കൂടെ തന്നെ സെയിം എക്സാമ്പിൾ ഇട്ട് കൊടുത്ത് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് ഓൺ ടു ആണോ അല്ലെങ്കിൽ സർജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ സർജക്റ്റീവ് അല്ലെങ്കിൽ ഫോർ ഓൺ ടു ഫങ്ഷൻ ഫോർ സർജക്റ്റിവിറ്റി പറഞ്ഞോളൂ. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, മീൻസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു വൈ. അപ്പോൾ വൈക്ക് നമ്മൾ റിയൽ നമ്പറിൽ പെടുന്ന ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എക്സിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എക്സിൽ ഇപ്പോൾ വൈക്ക് നമ്മൾ -3 ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു -3. എക്സാമ്പിൾ, വൈ ഈസ് ഈക്വൽ ടു -3. -3 ബിലോങ്സ് ടു ഏതിലുള്ളതാണ്? റിയൽ നമ്പറിലുള്ളതാണ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3. It does not belongs to അല്ലേ, ഇതിൻ്റെ റൂട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ അല്ലേ. ഇതിനകത്തുണ്ടോ? ആറിനകത്തുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു -3ക്ക് എക്സിൽ നിന്നും ഇമേജ് ഇല്ല. കാരണം എക്സിൽ റൂട്ട് ഓഫ് -3 എന്ന് പറയുന്നൊരു നമ്പർ എക്സിൽ ഉണ്ടായിരിക്കില്ല. ബിക്കോസ് റൂട്ട് ഓഫ് -3 ഈസ് നോട്ട് എ റിയൽ നമ്പർ, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. So we can say that function f is not onto. Not onto means not surjective.
So our function is neither injective nor surjective. So f is neither injective nor surjective. ഇത് വേണം ലാസ്റ്റ് എഴുതാനായിട്ട് കേട്ടോ. നോർ സർജക്റ്റീവ്. അണ്ടർസ്റ്റാൻഡ്? എളുപ്പമല്ലേ? ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് പ്രോബ്ലം. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. f such that n to n given by f of x is equal to x cube. ഇവിടെ നമുക്ക് n to n ഫംഗ്ഷൻ ആണ്. ഓർത്തോ? പെട്ടെന്ന് ചെയ്തേ. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. f such that n to n then f of x is equal to x cube. പറയേ. if f of x1 is equal to f of x2, that means x1 cube is equal to x2 cube. പറയേ. x1 വേണം നമുക്ക് x1 cube minus x2 cube is equal to 0. then അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. x1 cube is equal to x2 cube. So x1 cube minus x2 cube is equal to 0. Means x1 minus x2 into x1 square plus x1 x2 plus x2 square that is equal to 0. ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. നമുക്ക് x1 minus x2 is equal to 0 എന്ന് ഇട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് x1 is equal to x2. കണ്ടോ? ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് നമുക്ക് എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. മുമ്പത്തെ കൂട്ട് എക്സാമ്പിൾ ഇട്ടില്ലേ? അതുപോലെ ഇവിടുന്ന് ഡയറക്റ്റ് എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ x1 is equal to 2, then x2 is equal to 2. then 2 both belongs to n ആണ്. അത് ഓർത്തോണം. ഇത് belongs to n, രണ്ടും belongs to n ആണ്. so f of 2 that is equal to 8, then f of x2 that also f of 2 is equal to 8. so we can say that it is 1 function. f is 1 means that is injective. f is injective. it is injective. എളുപ്പമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഫോർ ഓൺ ടു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫോർ സർജക്റ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എന്ത് ചെയ്യണം? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. therefore x cube is equal to y. x is equal to cube root of y. x and y belongs to n ആണ്. x ഉം y ഉം n ലുള്ളതാണ്. സപ്പോസ് എക്സാമ്പിൾ ഇട്ട് നോക്കിക്കേ. y is equal to 2 എന്ന് കൊടുക്കാം. then x is equal to cube root of 2. that does not belongs to n. അല്ലേ? x is equal to cube root of 2 does not belongs to n. so we can say that our function is not onto. means it is not surjective. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താ എഴുതുന്നത്? f is injective but not surjective. അത് എഴുതി നിർത്തണം കേട്ടോ. f is injective but not surjective. understood? okay, then we can see next one. then fifth question. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ z to z എന്ന് മാത്രം ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ z to z ആണ്. സെയിം ക്വസ്റ്റ്യൻ f of x is equal to x cube ആണ്. അപ്പോൾ ഫംഗ്ഷൻ f such that z to z ഫംഗ്ഷൻ ആണ്. സെയിം അതുപോലെ f of x is equal to x cube. then f of x1 is equal to f of x2. x1 cube is equal to x2 cube. x1 cube എല്ലാം ചെയ്തു. x1 minus x2 is equal to 0. then x1 is equal to x2. so we can say that it is 1 കാരണം x1 minus x2 is equal to 0. x1 is equal to x2 ആണ്. അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ഇട്ട് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയണത് നമുക്ക്
ഇസഡിൽ പെട്ടതാണ്. ഓക്കെ നമുക്ക് എക്സിന് -2 കൊടുക്കാം, x1ന് -2 കൊടുക്കാം. അപ്പോൾ x1 -2 ആണെങ്കിൽ x2 എന്ന് പറയണതും നമുക്ക് -2 ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആകണമെങ്കിൽ x2 -2 ആയിരിക്കണം അല്ലേ. എഫ് ഓഫ് x1 എന്ന് പറയണത് എഫ് ഓഫ് -2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -8 ആണ്. ദെൻ എഫ് ഓഫ് x2 എന്ന് പറയുന്നതും എഫ് ഓഫ് -2 തന്നെയാണെങ്കിൽ മാത്രമേ അത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആകുള്ളൂ. കറക്റ്റ് അല്ലേ? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആകണമെങ്കിൽ x2 ഓൾസോ ഈസ് ഈക്വൽ ടു -2 ആയിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 ആയിരിക്കണം. Therefore it is function is 1 1. Therefore it is 1 1. So f is 1 1. Understood? മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ നമുക്ക് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടി. x1ഉം x2ഉം ഈക്വൽ ആണെങ്കിൽ മാത്രം, കാരണം ഇസഡിൻ്റെ കേസിൽ ക്യൂബാണ്. ക്യൂബ് ഇപ്പം നമ്മൾ x1 2ഉം x2 -2ഉം ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 2 ക്യൂബ് 8 -2 ക്യൂബ് -8 വരും. സോ എഫ് ഓഫ് x1 ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 ആവും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x1ഉം x2ഉം ഈക്വൽ ആയേ പറ്റുള്ളൂ. സോ എഫ് ഓഫ് x2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -2 ദെൻ ഈസ് ഈക്വൽ ടു -8. സോ വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ f ഈസ് 1 1. f ഈസ് 1 1 മീൻസ് f ഈസ് ഇൻജെക്റ്റീവ്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, ദെൻ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു വൈ, എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ, എക്സ് വൈ ബിലോങ്സ് ടു ഇസഡ്. ഓക്കെ, നമുക്ക് y ഈസ് ഈക്വൽ ടു 2 -2 എന്ത് വേണേലും കൊടുക്കാം. y ഈസ് ഈക്വൽ ടു -2 കൊടുക്കാം. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് -2 ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇസഡ്. Therefore function is not onto, therefore it is not surjective. So our function is injective but not surjective. Injective ആണ് പക്ഷേ എന്തല്ല, surjective. Study up to here. The remaining questions we will solve in the next class. Until then, bye bye.